അപ്പോൾ ഇതിനുശേഷം പല ഘട്ടത്തിലും ഇറാൻ പ്രതികരിച്ചിരുന്നത് അമേരിക്കയെ ഇത്തരം ചർച്ചകൾക്കായി ക്ഷണിക്കാൻ കഴിയില്ല, ഇക്കാര്യത്തിൽ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കില്ല എന്നുമാണ് ഇറാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേരിട്ടുള്ള ചർച്ചകൾക്ക് ചിലപ്പോൾ അവർ ഇനി മുന്നോട്ടുള്ള ഘട്ടത്തിലാണെങ്കിലും ഇത്തരം ചില പ്രശ്നങ്ങൾ അത് മുന്നോട്ട് വെച്ചേക്കാം. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് ഇത്തരം ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇത്തരം ചർച്ചകൾക്കുള്ള ഒരു പ്രശ്നമായി ഇറാൻ ചൂണ്ടിക്കാട്ടാൻ പോകുന്നതും മുൻപ് ഈ സമാധാന ചർച്ചകൾക്കിടെ തന്നെ ആക്രമണം നടത്തിയ US-നെ എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും എന്നൊരു കാര്യം തന്നെയാകും. എന്തായാലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ചർച്ചകൾ പുരോഗമിക്കുന്നു, എന്നാൽ അവരുടെ നേതാക്കൾ, ഇറാനിയൻ നേതാക്കൾ ഇത് പരസ്യമായി സമ്മതിക്കാൻ മടിക്കുന്നതാണെന്നുമാണ് ട്രംപിന്റെ നിലവിലെ അവകാശവാദം. അതിന് അദ്ദേഹം കാരണമായി പറയുന്നത് ഇത്തരത്തിൽ പരസ്യമായി ഇത് സമ്മതിക്കുകയാണെങ്കിൽ ഇറാനിയൻ ജനതയുടെ ക്രോധത്തിന് അവർ വിധേയമായി വന്നേക്കാം, അങ്ങനെ അവരുടെ ജനത തന്നെ അവരെ കൊല്ലുന്ന ഒരു സ്ഥിതി വന്നേക്കാം, അല്ലെങ്കിൽ തങ്ങളാൽ തന്നെ അവർ കൊലപ്പെട്ടേക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഇറാനിയൻ നേതാക്കൾ ഈ ചർച്ച നടക്കുന്നു എന്നുള്ള കാര്യം സമ്മതിക്കാത്തത് എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ US-ന്റെ ഈ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് നിലവിൽ പ്രതികരണം നടത്തിയിട്ടുള്ളത് ട്രംപ് പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ടാണ്. അതായത് കരോലിൻ ലെവിറ്റ് ഇപ്പോഴും പറയുന്നു ഇറാൻ നിരുപാധികം കീഴടങ്ങണം, ഇല്ലെങ്കിൽ നിലവിലുള്ളതിനേക്കാൾ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാന് നൽകുമെന്നാണ് കരോലിൻ ലെവിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരം ചർച്ചകൾ നടക്കുന്നു, ഈ വെടിനിർത്തലുമായി മുന്നോട്ട് പോകുന്നു എന്നെല്ലാം ട്രംപ് പറയുന്നു. അപ്പോൾ ഈ ഒരു ചർച്ചകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്തിന് ഇറാൻ നിരുപാധികം കീഴടങ്ങണം എന്നൊരു ചോദ്യം കൂടിയുണ്ട്.